ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പുകാലം നമുക്ക് ആത്മവിശുദ്ധീകരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും മുഖ്യൊരു കാലമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41 തുടങ്ങി 48 വരെയുള്ള വചനങ്ങളാണ്. കർത്താവ് ജെറൂസലേം നഗരത്തെ നോക്കി വിലപിക്കുന്ന ഭാഗം. ജെറൂസലേം നഗരം നശിക്കാൻ പോവുകയാണ്. അത് കണ്ടിട്ടാണ് കർത്താവിന് സങ്കടം വന്നിരിക്കുക. അവരുടെ വിശ്വാസമില്ലായ്മയെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. സുഗ്രങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മക്കൾ, അവര് വിശ്വാസം വെടിഞ്ഞ് അവർ സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നു. വിശ്വാസം ഉണ്ടെന്ന് പറയുകയും അത് ഒരരികിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവർ സ്വന്തമായ ഇഷ്ട താല്പര്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളാണ്. ആ നഗരം നശിക്കുന്നത് കണ്ടിട്ടാണ് കർത്താവിന് സങ്കടം വരിക. കർത്താവ് ജെറൂസലേം നഗരത്തെ നോക്കി വിലപിച്ചതുപോലെ നമ്മളെയും നോക്കി വിലപിക്കാൻ ഇടവരരുത്. നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം. നമ്മുടെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് ദാർഢ്യതയും ഉറപ്പും ഉണ്ടായിരിക്കണം. വീണ്ടും ദേവാലയ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് കർത്താവ് പറയുക. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു കച്ചവട സംസ്കാരമായി ഇതിനെ മാറ്റിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം എത്ര വിശുദ്ധമായി നോക്കുകയും അതൊരു ദേവാലയമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതല്ലേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ തന്നെ മറ്റവയവങ്ങളും നിന്റെ ഹൃദയവും വിശുദ്ധിയുള്ള വിളനിലങ്ങളായി മാറണം. കർത്താവ് ഉറ്റുനോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. വിശുദ്ധിയുള്ള ജീവിതമാണ് നാം എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കച്ചവട സംസ്കാരത്തിനായി നമ്മുടെ ശരീരത്തെ മാറ്റരുത്. അത് വിശുദ്ധമായി തന്നെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ബലിജീവിതം നയിച്ചാൽ നമ്മുടെ ശരീരം ദേവാലയമായി മാറും. ആമേൻ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ.